ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ തിരുപ്പതിയിലാണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പം നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ ഞാൻ ഹോട്ടലിലാണുള്ളത്. കുറച്ച് ഒച്ചയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. രാവിലെ ആയി. നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക, അല്ലെങ്കിൽ തന്നെ എൻ്റെ വീഡിയോയിൽ കുറേയധികം ഒച്ച ഉണ്ടാവും. ഇന്ന് പിന്നെ നോക്കാം എന്താണ് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ. ഞാൻ കൃഷ്ണ ഓറക്കിളിൽ നിന്നാണ് ഇന്നത്തെ മെസ്സേജ് എടുക്കുന്നത്. ഇന്ന് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, ഇന്ന് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണുള്ളത്, എന്ത് ഗൈഡൻസ് ആണ് എന്ന് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നോക്കാം. ലീവ് ഫോർ നൗ ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. ടൈം ടു മൂവ് ഓൺ ആണ്. ലെറ്റ് യുവർ ഇന്നർ ബ്യൂട്ടി ഷൈൻ. പ്രൊട്ടക്ഷൻ. ബ്ലെസ്സിങ്സ്. ട്രാൻസ്ഫോർമേഷൻ ആണ് നമുക്ക് ഓവറോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഓവറോൾ എനർജി പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അത് വീണ്ടും തിരിച്ചു വരും എന്നുള്ളതാണ്. നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിത്തുകൾ വീണ്ടും ഉണ്ട് എന്നുള്ളതാണ്. അത് വീണ്ടും തിരികെ തന്നെ തിരിച്ചു വരും. പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും. അത് എന്ത് തന്നെയായാലും, ഇപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളിൽ ഫിനാൻസ് പോയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴത്തെ കാര്യമായിട്ട് മാത്രം നിങ്ങൾ കണക്കാക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ടു പോയതിൽ ഒരുപാട് ഇരട്ടിയായിട്ട് പൈസ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ജോലിയായിരിക്കാം നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ളത്. എന്ത് തന്നെ ആയാലും നിങ്ങൾക്കത് എന്താണോ നഷ്ടപ്പെട്ടു പോയത് അത് ഫ്യൂച്ചറിൽ വീണ്ടും തിരിച്ചു കിട്ടും എന്നാണ് ഭഗവാൻ നിങ്ങൾക്ക് ഓവറോൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ലീവ് ഫോർ നൗ ആണ്. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ അത് തൽക്കാലത്തേക്ക് നിങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്തേക്ക് നിങ്ങളത് വിട്ടുകളയണം എന്നുള്ളതാണ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു മോശം പേരാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നതൊന്നും മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതും ഒന്ന് വിട്ടുകളയണം. അത് കാരണം നിങ്ങളുടെ ഒരു ഹയസ്റ്റ് ഗുഡിനാണ് ഇപ്പം ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. നമുക്കതിൻ്റെ ക്ലാരിറ്റി എടുത്ത് നോക്കാം എന്താണെന്ന്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ വിട്ടുകളഞ്ഞാൽ വീണ്ടും അത് തിരികെ വരും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ അത് ഹോൾഡ് ചെയ്യുന്നു. പക്ഷെ അതിന് നിങ്ങൾ എത്ര വർക്ക് ചെയ്തിട്ടും അതിന് ഫലമൊന്നും ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തൽക്കാലത്തേക്ക് വിട്ടുകളയാണ്. അതല്ലെങ്കിൽ എൻ്റെ ആക്കാനാണ്. സെയിം മെസ്സേജ് ആണ് വന്നിട്ടുള്ളത്. ഈ സമയം അത് എൻ്റെ ആയാലും അതിൽ റീബർത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. വീണ്ടും തിരിച്ചു വരും. അതിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ എന്താണോ വിട്ടുകളഞ്ഞത് ആ വിട്ടുകളഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ നിങ്ങളിലേക്ക് തന്നെ എത്തും എന്നുള്ളതാണ്. പിന്നെ ഇതിന് ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷനാണ്, ഒരു പരിവർത്തനം നടക്കുന്നു എന്നുള്ളതാണ്.
അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ കുറേ എൻഡ് ആയി എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റണത്. നിങ്ങളുടെ കർമ്മ റിലീസായി കഴിയുമ്പോൾ ഒരു പുതിയ ബർത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഈ ഒരു സമയത്തെ വിഷമവും വേദനയൊക്കെ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ഉള്ളതാണ് എന്നുള്ളതാണ് ഭഗവാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. ഹൈറഫൻ്റ് ആണ്. നിങ്ങൾ ഒരു സ്പിരിച്വൽ ടീച്ചറിൻ്റെ ഒരു കീഴിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഗുരു എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ പലപ്പോഴും റോങ് ആയിട്ടുള്ള ഗുരുക്കന്മാരെ പിറകെ പോകുന്ന ആൾക്കാർക്കുള്ളൊരു മെസ്സേജാണ്. അവനവൻ തന്നെയാണ് നമ്മളുടെ ഗുരു, നമ്മൾ തന്നെയാണ് നമ്മളുടെ ഗുരു. നമ്മൾ ഗുരുക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ അത്രയും കെയർഫുൾ ആയിരിക്കണം എന്ന ഒരു മെസ്സേജ് ഉണ്ട്. പിന്നെ ഗുരുക്കന്മാർ നമ്മളിലേക്കാണ് വരുന്നത്, നമ്മൾ ഒരിക്കലും ഗുരുക്കന്മാരെ തേടി പോകേണ്ടതേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു ഗുരുവിൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. ഒരു നല്ല പാത്തിലുള്ള അല്ലെങ്കിൽ റൈറ്റ് പാത്തിൽ പോകുന്ന ആൾക്കാർക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റും, അവരുടെ ബ്ലെസ്സിങ്സ് ഉണ്ടാകും. പക്ഷെ നിങ്ങൾ റൈറ്റ് പാത്തിലാണ് എന്ന് നിങ്ങൾക്ക് വിശ്വാസം വേണം. അപ്പോൾ ഇതിലെന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗുരുവുമായിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. ഇത് ആണോ നിങ്ങളുടെ റൈറ്റ് പാത്ത് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു സ്പിരിച്വൽ വേൾഡിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടാനുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പം ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില എക്സ്പീരിയൻസസ് ഒന്നും അത് ചിലപ്പോൾ അതൊരു ഹാലൂസിനേഷൻ ആണെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, അത് വിശ്വസിക്കണം എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഡിവൈനിൽ നിന്നും തരുന്ന മെസ്സേജസ് ആണ്. പലപ്പോഴും നമുക്ക് കിട്ടുന്ന മെസ്സേജസ് നമുക്കത് സത്യമാണോ എന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ ഡൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ ടൈം ടു മൂവ് ഓൺ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം സ്റ്റക്കായിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് സ്റ്റക്കായിരിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു എനർജി മാറ്റി നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾ പുറകിലേക്ക് നോക്കാതിരിക്കുക. പാസ്റ്റിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ആ പാസ്റ്റിനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് വറീഡ് ആകാതിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ പാസ്റ്റിലും ഫ്യൂച്ചറിലും ജീവിക്കുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോണത്, നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തത്. നമ്മളുടെ ഈ ഒരു മൊമെന്റിൽ, പ്രസന്റ് മൊമെന്റിൽ ജീവിച്ചാൽ മാത്രമേ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുക. നിങ്ങൾ പിറകിലേക്ക് വലിക്കുന്ന എന്തെങ്കിലും ഓർമ്മകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ റിലീസ് ചെയ്ത് കളയണം. അല്ലാതെ ആ വേദനിപ്പിക്കുന്ന ഓർമ്മകളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകരുത്. ആ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സമയം തന്നെ അത് റിലീസ് ചെയ്ത് കളയണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചേഞ്ച് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഭഗവാൻ അനുഗ്രഹിക്കുന്ന തരത്തിലുള്ള ചേഞ്ച്, ഭഗവാന്റെ ആഗ്രഹം അനുസരിച്ചുള്ള ചേഞ്ച് നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് വന്നോളും. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ചും ബോധേഡ് ആകേണ്ട എന്നുള്ളതാണ്. നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം. നിങ്ങൾ സ്റ്റക്കായിരിക്കുന്ന ആൾക്കാർക്കുള്ളൊരു എനർജിയാണ് കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ പലരും വളരെ ടെൻഷനിലും ഇനി എന്ത് ചെയ്യും, മുന്നോട്ട് എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. നിങ്ങൾ സ്റ്റക്നെസ് ഒക്കെ മാറ്റി നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ്. ഇതിലും 6 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. രണ്ട് മെസ്സേജും കൃത്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ഇതും മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ പാസ്റ്റിലുള്ള കുറേ ഓൾഡ് ബാഗേജസ് ഒക്കെ മാറ്റി അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്ത് നിങ്ങൾ മുന്നിലേക്ക് തന്നെ പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്, 6 ഓഫ് സോർഡ്സ്. അപ്പോൾ ഇത് നിങ്ങളുടെ യാത്ര തുടരുക എന്നുള്ളതാണ്. ഇത് രണ്ടും കണ്ടില്ലേ, ഇത് രണ്ടും ഒരേപോലത്തെ കാർഡ്സാണ്. അപ്പോൾ നിങ്ങളുടെ വഴി അത് ദൈവം തന്നെ കാണിച്ചു തരുന്നുണ്ട്. ആ ഒരു വഴിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രം മതി എന്നുള്ളതാണ്. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യണ്ട, നിങ്ങൾ പുറകോട്ട് നോക്കണ്ട. പുറകിൽ നിങ്ങളെ
പിടിച്ചു വലിക്കുന്ന എന്തെങ്കിലും മോശം ഓർമ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ റിലീസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല ഒരു നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതിനുള്ള പ്രൊട്ടക്ഷനും ഗൈഡൻസും ഒക്കെ ഉണ്ട്. ഇതൊരു ഗൈഡൻസ് ആണ്. ആ ഗൈഡൻസിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ആൾറെഡി നല്ല ഗൈഡൻസ് ഉണ്ട്. അപ്പോൾ ഗൈഡൻസ് മാത്രമല്ല, നല്ല പ്രൊട്ടക്ഷനും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചില സമയം വിചാരിക്കും എനിക്ക് ആരുമില്ല, ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടും വിഷമങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ആൾറെഡി ഗൈഡൻസ് കിട്ടുന്നുണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മളുടെ ഈ ഒരു സമയം നമ്മൾ അനുഭവിക്കേണ്ട കുറേ കർമ്മയുണ്ട്. ആ ഒരു കർമ്മ നമ്മൾ അനുഭവിച്ച് തന്നെ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിന്നും എസ്കേപ്പ് ആകാൻ പറ്റൂല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും മെഡിറ്റേഷനിലും സാധനയിലൂടെയൊക്കെ നിങ്ങൾക്ക് ആ കർമ്മ കുറച്ച് അതിൻ്റെ ബാഗേജ് കുറച്ചൊന്ന് അതിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത് വെച്ച പാപകർമ്മങ്ങളുടെ ബാഗേജ് ഉണ്ട് നമ്മളുടെ ചുമലിൽ. അത് നമ്മളുടെ ഈ ഒരു ജന്മത്തിൽ നമുക്ക് പ്രശ്നങ്ങളായി തന്നെ വന്നുകൊണ്ടേയിരിക്കും. അത് റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിട്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിട്ടൊക്കെ, അല്ലെങ്കിൽ നമ്മൾക്ക് അസുഖങ്ങളായിട്ടൊക്കെ വന്നുകൊണ്ടേയിരിക്കും. നമ്മളത് മനസ്സിലാക്കുക, നമുക്ക് നമ്മളുടെ കർമ്മഫലമാണ്. പക്ഷേ നമ്മൾ ആ കർമ്മഫലം തിരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് കൂടുതൽ ചെയ്യുക. നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്താൽ, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കർമ്മവും കൂടെ ചെയ്യണം എന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ കർമ്മവും കൂടെ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ലെറ്റ് യുവർ ഇന്നർ ബ്യൂട്ടി ഷൈൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ സോളിന് എന്താണ് ആഗ്രഹം എന്ന് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ അത് മെഡിറ്റേഷനിൽ ചോദിക്കുക. നിങ്ങൾ ആവശ്യമില്ലാതെ ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിനാണ് പ്രാണായാമം ചെയ്യണം, നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സോളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോളിൻ്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോളിന് എന്താണ് ആവശ്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പാസ്റ്റിലോ ഫ്യൂച്ചറിലോ ജീവിക്കുമ്പോൾ ഒരിക്കലും സോളുമായിട്ട് കണക്ട് ചെയ്യാനൊന്നും പറ്റൂല. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി സോളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇന്നർ ബ്യൂട്ടി എന്ന് പറയുന്നത് സോളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ ആന്തരിക സൗന്ദര്യം. അപ്പം അത് മനസ്സിലാക്കണമെങ്കിൽ സോളുമായിട്ട് കണക്റ്റഡ് ആകണം. കണക്ഷൻ ഉണ്ടാകും. അത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അതങ്ങനെ കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ ചിന്തിക്കും. തീർച്ചയായിട്ടും അത് കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തും, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തും, നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്തും, നമ്മൾ ഈ പ്രപഞ്ചവുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തുമാണ് സോളുമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊന്ന് ശ്രമിച്ചു നോക്കുക. നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. വളരെ ദൃഢനിശ്ചയത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ തിരിഞ്ഞു നോക്കാതിരിക്കുക. കാരണം നല്ല കാര്യങ്ങൾ നിങ്ങളുടെ പിറകെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഈ പിറകെ വരുന്നുണ്ടോ എന്ന് വീണ്ടും വീണ്ടും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. പ്രൊട്ടക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ആ സുപ്രീം ലോഡിൽ നിന്നുള്ള ആ പ്രൊട്ടക്ഷൻ അത് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വിശ്വസിക്കുക. നമ്മൾ പലപ്പോഴും നമ്മൾ എന്തെങ്കിലും വിഷമത്തിലും നമുക്ക് ശരിക്കും പെയിൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാണ് എന്ന് എപ്പോഴും നമുക്ക് തോന്നലുണ്ടാവും. നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും മെഡിറ്റേറ്റ് ചെയ്തിട്ടും, അല്ലെങ്കിൽ നമ്മൾ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് എന്ന് ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ്. നിങ്ങൾ അങ്ങനെ ഓവർ തിങ്ക് ചെയ്യേണ്ട എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുക, ഉറച്ച് വിശ്വസിക്കുക. നിങ്ങൾക്ക് ശരിക്കും ആ ഒരു സുപ്രീം ലോഡ് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ പ്രവർത്തികൾ വീക്ഷിക്കുന്നു. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ എല്ലാ സമയവും ഉണ്ട് എന്ന് നമ്മളോട് തന്നെ പറയുക. ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് നമ്മളോട് തന്നെ പറയുക. 7 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. ഇത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാനാണ്. നിങ്ങളുടെ ബാഡ് കർമ്മ എല്ലാം റിലീസ് ആയിക്കൊണ്ടേയിരിക്കുന്നു.
സെയിം ടൈം നിങ്ങൾക്ക് നല്ല കർമ്മം വരുന്നുണ്ട്. അപ്പം നിങ്ങളത് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ ഒരു വിത്ത് കുഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിത്ത് മുളയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും ഫ്രൂട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം വന്നുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. അത് വരൂല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കാണ് ഇത്. ഞാൻ എന്ത് ചെയ്താലും എനിക്കത് നല്ല കർമ്മം കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ നല്ല കർമ്മത്തിൻ്റെ ഫലം കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം വരുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യാനാണ്. പിന്നെ ബ്ലെസ്സിങ്സ് ആണ്. അപ്പോൾ അവസാനത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ബ്ലെസ്സിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങളുണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പം ഇതിൽ നിങ്ങളങ്ങനെ എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ, അങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ധാരാളം ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് ഭഗവാൻ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളത് കാമായിട്ടിരുന്ന് വിശ്വസിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. നമുക്ക് നോക്കാം ഇതിൽ നിന്ന്. ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് വരുന്നു. ഇപ്പോൾ ഫിനാൻഷ്യൽ പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഫിനാൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള വീടോ വാഹനങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അതൊക്കെ നിങ്ങളിലേക്ക് കൊണ്ടു തരുന്നു. 7 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. ഇപ്പൊ പുറത്ത് എത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങൾ ഈ ഒരു പ്രൊട്ടക്ഷനുള്ളിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ പുറത്തുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ബാധിക്കരുത് എന്നുള്ളതാണ്. നിങ്ങളിത് നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്ത്, ഒരു മെഡിറ്റേഷൻ്റെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. പുറത്തുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങളെ അലട്ടാതിരിക്കുക. നിങ്ങളുടെ സോളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ മണിപൂരക ചക്രം ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ്. അപ്പം നിങ്ങളുടെ ഫിനാൻഷ്യൽ ബ്ലോക്കേജസ് ഒക്കെ നിങ്ങൾക്ക് മാറിപ്പോകും. മാത്രമല്ല, എന്തെങ്കിലും കാര്യത്തിൽ അഡിക്ഷനൊക്കെ ഉള്ള ആൾക്കാർ ആ അഡിക്ഷനൊക്കെ റിലീസാക്കി കളയേണ്ട ഒരു സമയമാണ്. കൂടെ എടുക്കാം. ഹെർമിറ്റ് ആണ്. അപ്പോൾ ഹെർമിറ്റും ഹൈറഫൻറ്റും ഒക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ളൊരു ഗുരുവിനെ കണ്ടെത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ ഗുരു നിങ്ങളിലേക്ക് തന്നെ വരുന്നു. പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയ മെസ്സേജ് എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഗുരു. ഹെർമിറ്റ് എന്ന് പറയുന്നത് ഒരു സന്യാസിയാണ്, അതൊരു ഗുരുവാണ്. നമ്മളാണ് നമ്മളുടെ ഗുരു. നമ്മൾ ആ ഗുരുവായിട്ട് കണക്റ്റഡ് ആയാൽ മാത്രം മതി എന്നുള്ളതാണ്. പിന്നെ ചില ആൾക്കാർ ഒന്ന് ഒറ്റപ്പെട്ടിരിക്കുന്ന പോലെ, എല്ലാവരും ഉണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട്. അതങ്ങനെ വേണം കേട്ടോ. മറ്റുള്ളവരുടെ നമ്മൾ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ ഒറ്റയ്ക്കാണ്. നമ്മൾ ആ ഒരു ചിന്ത അത് ഒരു സന്തോഷമായിരിക്കണം നിങ്ങൾക്ക്. അയ്യോ, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നുള്ളതല്ല. നമ്മളെപ്പോഴും എല്ലാവരും ഒറ്റയ്ക്കാണ് വരുന്നത്, ഒറ്റയ്ക്കാണ് പോണത്. ഇടയ്ക്കുള്ള കുറച്ച് സമയം നമ്മൾ കുറച്ച് ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുമെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ ഒറ്റയ്ക്കാണ് എന്നുള്ള ഒരു ബോധത്തിലേക്ക് നിങ്ങൾ വരണം. എന്ത് കാര്യവും നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് മറ്റുള്ളവർ സഹായിച്ചു തരുമെന്നൊന്നും ചിന്തിക്കേണ്ട. നമ്മളുടെ ആ ഒറ്റയ്ക്കുള്ള ഒരു സ്വത്വത്തിലേക്ക് നമ്മൾ പോകണം. സ്ട്രെങ്താണ് ലാസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ കണ്ടുപിടിക്കുക, നിങ്ങളുടെ സ്ട്രെങ്ത് കണ്ടുപിടിക്കുക. അപ്പം നമ്മളുടെ ഉള്ളിലുള്ള എന്തൊക്കെ കഴിവുകളാണ് എന്ന് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം തീരും. ഇപ്പോൾ നമ്മൾ ജനനം മുതൽ മരണം വരെയും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആൾക്കാരാണ്. അത് ഇപ്പോൾ എത്ര പ്രാർത്ഥിച്ചാലും എന്തൊക്കെ ചെയ്താലും പ്രശ്നങ്ങളൊന്നും വരാതെ കാമായിട്ട് ഇരിക്കാൻ പറ്റുമെന്നൊന്നും ചിന്തിക്കേണ്ട. പക്ഷേ നമുക്ക് ആ പ്രശ്നങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, നമ്മൾ എങ്ങനെയാണ് ഓരോ പ്രശ്നങ്ങളെയും നോക്കിക്കാണുന്നത് എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം. അതിനുള്ള സ്ട്രെങ്ത് കണ്ടുപിടിക്കുക. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. നിങ്ങളുടെ വീക്ക്നെസ് കണ്ടുപിടിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് തിരുത്താൻ പറ്റുള്ളൂ. അത് അക്സെപ്റ്റ് ചെയ്യുക. സ്ട്രെങ്ത് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് ധൈര്യമായിട്ട് പോകാൻ പറ്റും. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രെങ്ത് വരുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് ഉണ്ട്. 3 ഓഫ് കപ്സ് ആണ്. അപ്പോൾ എന്തായാലും ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ധാരാളമായിട്ട് വരുന്നു. 10 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. ഇത് നിങ്ങളുടെ കർമ്മ ആ ബാഗേജ് എല്ലാം റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ കുറേ സ്ട്രഗിളും ടെൻഷനും ഒക്കെ ആണെങ്കിൽ അത് കാരണം നിങ്ങളുടെ കർമ്മ റിലീസ് ചെയ്യുന്നതാണെന്നുള്ളതാണ്. ഒരു എൻഡ് ഓഫ് എ ടഫ് സൈക്കിളാണ് ഈ 10 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്.
വളരെ കഠിനമേറിയ ഒരു ജീവിത ചക്രം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജ്. അപ്പോൾ ഞാൻ പെൻഡുലം കൊണ്ടുവന്നിട്ടില്ല. ഞാൻ വീട്ടിലേക്ക് പോയിട്ട് പെൻഡുലം റീഡിങ്ങും കൂടെ തുടങ്ങാം. അപ്പോൾ പിന്നെ പെൻഡുലത്തിന് പകരം ഞാനൊരു കാര്യം ചെയ്യാം. ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കൂ ഇല്ലേ എന്നുള്ളത് ഞാൻ ഈ ഒരു ഇതിൽ ചെയ്തു തരാം കേട്ടോ. ഇതിൽ കുറേ ആൾക്കാരങ്ങനെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് വിചാരിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ടാരോയിലൂടെ നമുക്ക് നോക്കിത്തരാം. നടക്കും. യെസ് കാർഡാണ്, നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും. അത് തീർച്ചയായിട്ടും നടക്കും, ഒരു ഷുവറാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും തിരുപ്പതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറട്ടെ. എല്ലാവർക്കും ധാരാളം അബണ്ടൻസ് വരട്ടെ. താങ്ക് യു.